സാറേ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം? ഏത് സംഘടനയാണ് ഇത് നടത്തുന്നത്? ഇത് KCRM എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, കാത്തലിക് റിഫർമേഷൻ മൂവ്മെൻറ്റ്. ഓക്കെ. അതിന് ക്രിസ്ത്യാനികളുടെ ഇടയിലെന്നല്ല, നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അഭിപ്രായം പറയുകയും അഭിപ്രായം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതനുസരിച്ച് ഒരു തിരുത്തൽ ശക്തി. അതെ, ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യാധി പോലെ പടർന്നു പിടിച്ചിരിക്കുന്നു. ആത്മഹത്യയല്ല, ആത്മഹത്യയാണോ? അത് സംശയം. ആത്മഹത്യ എന്തിനു ചെയ്തു? ആരാണതിന് പിന്നിലുള്ളത്? ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് സാമൂഹ്യ വിപത്തിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു പഠനവും അത് നമ്മുടെ സമൂഹത്തെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു ചിന്തയും നമ്മളുടെ ഈ അടുത്ത് ഏതാനും നാളുകൾക്കിടയിൽ നടന്ന ആത്മഹത്യകളെപ്പറ്റി ഒരു വിലയിരുത്തലും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ദുഷ്ടശക്തികളുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ഉള്ള ഒരു നിലപാടെടുക്കലും ഇതെല്ലാം ഞങ്ങളുടെ മുന്നിൽ വരും. ഇപ്പോൾ പ്രധാനപ്പെട്ടത് ഇപ്പം നമുക്ക് മനസ്സിന് എപ്പോഴും നോവായിട്ട് മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്നത് ഷൈനിയുടെയും കുട്ടികളുടെയും ആത്മഹത്യയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഒരു മനസ്സോടെ അമ്മയോടൊപ്പം ചേർന്ന് കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടത്. അത് നിങ്ങൾ പറയുന്ന അഭിപ്രായം നിങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. ഷൈനി എന്ന് പറയുന്നത് നമ്മൾ അടുത്തുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ആ കാര്യം കൂടുതൽ പ്രസക്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ഇനി ഈ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്നതിന് ആ കൊച്ചുകുട്ടികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം ഏതാണെങ്കിലും കൊച്ചുകുട്ടികളല്ലല്ലോ. അപ്പോൾ അതിന് അവരെ പ്രേരിപ്പിച്ച മുതിർന്നവർ തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവരാണ്. ഷൈനിയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ആ ഷൈനിയുടെ മക്കൾ അലീനയും ആ കുട്ടിയൊക്കെ എന്തിനാത്മഹത്യ ചെയ്തു? ആരാത്മഹത്യ ചെയ്യിച്ചു? ആരാണതിന് പ്രേരണ നൽകിയത്? ആരാണതിലെ പ്രതി? ഇതെല്ലാം സാമൂഹ്യ വിപത്ത് എന്നുള്ള നിലയിൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതല്ലാതെ ഒരു വൈകാരിക പ്രാധാന്യം എടുത്ത് ഷൈനി ആത്മഹത്യ ചെയ്തു, അലീന ആത്മഹത്യ ചെയ്തു, അത് ഇന്ന ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് നല്ലതല്ല. എന്ന് തന്നെയുമല്ല, ആത്മഹത്യക്ക് ഒരു ബലിയുടെ പരിവേഷം കൊടുത്ത് ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ആ തരത്തിലൊക്കെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇനി അങ്ങനെ ഒരു ഷൈനി ഉണ്ടാകാൻ പാടില്ല, ഇനി അങ്ങനെ ഒരു ആത്മഹത്യ നമ്മുടെ അറിവിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെ എങ്ങനെയും തടയുക. ഷൈനി എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്. അത് നമുക്കിവിടെ പ്രസക്തമായതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആത്മഹത്യ എന്ന് പറയുന്ന സാമൂഹ്യ വിപത്തിനെതിരായ ഒരു നിലപാട്, അതാണ് നമുക്ക് പ്രധാനം. ഷൈനിയോ അലീനയോ ഏതെങ്കിലും ആവട്ടെ. ഇപ്പോൾ നമ്മൾ ADMൻ്റെ ആത്മഹത്യയെ പറ്റി പറയുന്നുണ്ടല്ലോ. ഒന്നാം തരം ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ആത്മഹത്യ എന്നല്ല എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ നാണയത്തിൻ്റെ വശങ്ങൾ തന്നെയാണ്. പിന്നെ ഷൈനിയുടെ കാര്യം ഇപ്പം നമ്മളിവിടെ പ്രത്യേകം പറയുന്നത് ഷൈനി നമ്മുടെ അടുത്തുള്ള ആളായതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ല വിഷയം സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ ആത്മഹത്യ തന്നെയാണ്. അപ്പോൾ ഇതും നമ്മുടെ തിരുത്തൽ ശക്തി എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ സംഘടനയുടെ ഫുൾ ഫോം അങ്ങനെ വരിക? ഒരു കാത്തലിക് റിഫർമേഷൻ മൂവ്മെൻറ്റ്. ഇപ്പോൾ കാത്തലിക് എന്നുള്ളത് വന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമല്ലോ. ഇല്ലില്ല, ചർച്ചിനോട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. സംഘടന എന്നുള്ളതിൽ ചർച്ച ചെയ്യുന്നില്ല. വ്യക്തികളാരെങ്കിലും ചിലപ്പോൾ പല അഭിപ്രായങ്ങളുള്ളവരുണ്ടല്ലോ പറഞ്ഞിരിക്കും. അല്ലാതെ ഇന്ന് കൂടുതലിൻ്റെ പിന്നിൽ അങ്ങനെയല്ല മൊത്തത്തിലുള്ള ഒരു അവലോകനം. ഞങ്ങൾ ADMൻ്റെ ആത്മഹത്യ തൊട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഞങ്ങൾ സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയിൽ ആത്മഹത്യയെ സമീപിക്കുന്നവരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.